അപ്പോൾ ഇത് ക്രിസ്റ്റിയാണ്, നമ്മളെ ആമസോൺ ഡെലിവറിയുടെ ആളാണ്. അപ്പോൾ ക്രിസ്റ്റി ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, പറ. അപ്പോൾ ക്രിസ്റ്റി വാ സെൽഫി എടുക്കും. സെൽഫി. അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ഡെവലപ്പർ 109 ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 12/9/2024 മണി ഇപ്പോൾ കറക്റ്റ് 6 മണി ആവാറായി. നമ്മുടെ വർക്കിംഗ് ടൈം 6 to 10 വൈകിട്ട്. ഓക്കെ, അപ്പോൾ ഓണ സമയമായി, നല്ല ഓട്ടം ഉണ്ട്. അപ്പോൾ റൈഡിന് പോകുമ്പോൾ ചെറിയ പ്രൊമോഷൻ ഉണ്ട്. ഫസ്റ്റ് പ്രൊമോഷനാണ്, ഓണ പ്രൊമോഷൻ. ഞാനുണ്ട് ടീഷർട്ട് സൂപ്പർ അല്ലേ, ലുക്ക് അല്ലേ, ഒന്ന് കാണിച്ചു നല്ല പോലെ. അപ്പൊ ഈ ടീഷർട്ട് വാങ്ങിച്ചത് ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. ആ സ്റ്റോറിന്റെ പേര് MRK സ്റ്റോർ ആണ്. അപ്പൊ ടീഷർട്ട് മാത്രമല്ല വാങ്ങിച്ചത്, ഐശ്വര്യ ഡ്രസ് വാങ്ങിച്ചുകൊണ്ട്. ഇത് ഫ്രോക്കാ ടോപ്പ് എന്താ സംഭവം? ഫ്രോക്ക് അല്ലേ, ഇത് ഫ്രോക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഐശ്വര്യ? ഇറക്കിയാണ് എവിടെ നിന്ന് വാങ്ങിച്ചത്? MRK സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. ഐശ്വര്യക്ക് ഫ്രോക്ക്, എനിക്ക് ടീഷർട്ട് ഒന്നുണ്ട്. അപ്പൊ ടീഷർട്ട് 2 വാങ്ങിച്ചായിരുന്നു, ഒന്ന് പെട്ടിരിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടു നല്ല പോലെ. ഇതെനിക്ക് തൃപ്തിയായില്ല, കുറച്ച് ചെറിയൊരു ക്വാളിറ്റി കുറവുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞാണ് പുള്ളി എടുത്ത്. അപ്പൊ ആ പുള്ളി പറഞ്ഞ് നോക്കിക്കോളാം പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം വാങ്ങിക്കാൻ നേരത്ത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് ആണ്. ഇത് കൊള്ളാം, സൂപ്പറാണ്, നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മയ്ക്ക് ഒരു വാച്ച് വാങ്ങിച്ചായിരുന്നു, കാണിച്ചില്ല. വാച്ച് സൂപ്പർ കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല റിച്ച് ലുക്ക് ഉണ്ടല്ലേ കുറച്ച്. അപ്പോൾ അങ്ങോട്ട് പൊളിയില്ലേ? ഒരു വാച്ച്, 2 ടീഷർട്ട്, ഐശ്വര്യക്ക് ഫ്രോക്ക്, പിന്നെ ഇനി വരാനുണ്ട്. ഇനി ഒരു ടീഷർട്ടും ഒരു ട്രാക്ക് ഷൂട്ട് വരാനുണ്ട്, പിന്നെ ഒരു വാച്ച് വരാനുണ്ട്. വാണിക്ക് ഇത്രയും സാധനം വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഓണ പർച്ചേസിംഗ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് പ്രൊമോഷൻ എൻ്റെ യൂട്യൂബ് ചാനലില്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാധനങ്ങൾ വാങ്ങി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ MRK സ്റ്റോറിന്റെ ഒരു പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് അയച്ച ഡിസ്ക്രിപ്ഷനിൽ. ആപ്പും ഉണ്ട്, വെബ്സൈറ്റും ഉണ്ട്. ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ലേഡീസ് ഫസ്റ്റ് കോപ്പി വാച്ചസ് ഉണ്ട്, സർപ്ലസ് ഉണ്ട്, ഓൾ ടൈപ്പ് ബാഗ്സ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് പ്രോഡക്ട്സ് ഉണ്ട്, പിന്നെ ഹോം എസെൻഷ്യൽസ്, ഫാഷൻ, സൺഗ്ലാസ്, ഗാഡ്ജറ്റ്സ് ഉണ്ട്, മൊബൈൽ അക്സറീസ് ഉണ്ട്. ഇപ്പൊ എല്ലാം ബ്രാൻഡഡ് അല്ല, ബ്രാൻഡിന്റെ ഫസ്റ്റ് കോപ്പി സാധനങ്ങളാണ്. ഇതൊക്കെയാണ് ഐറ്റങ്ങളൊക്കെ. അപ്പൊ ഇനി കൂടുതൽ ഐറ്റങ്ങളുണ്ട്, എല്ലാം കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഇത്ര പറഞ്ഞോളൂ. റൈഡിൽ പോകാം, വേറെ പറയാമല്ലോ, അതൊന്നും പറയാനില്ല, ഇത്ര തന്നെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കം ഓൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, പോന്നാ സമയം. ബാബാ കമൺ ടാറ്റ പറ. വലിയ അമ്മച്ചിയായി, മൈൻഡ് ചെയ്യില്ല ആരെയും. ദേശം ചെയ്യും, വിഷമോ ഒരുമാതിരി ഇരിക്കണ്. കുഴപ്പമില്ല, അടിക്കണം ഒരുമാതിരിയൊക്കെ. ഓ ശരി, ഓക്കെ പോയിട്ട്. ഓക്കെ, ഇപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട് കുടിക്കാനുള്ള എല്ലായിടത്തും വെച്ചിട്ട് ആവശ്യമൊന്നുമില്ല. ഭയങ്കര ബ്ലോക്കാണ്. ഉത്രാടപ്പാച്ചിലായില്ല. ഇന്ന് വ്യാഴാഴ്ച അല്ലേ, നാളെ വെള്ളി, ശനിയാഴ്ച ഒന്നാ പോകണം. അപ്പുറത്തൊരു കാർ, ഇപ്പുറത്തൊരു ആട്ടോ, ലെഫ്റ്റ് സൈഡ് ബസ്, റൈറ്റ് സൈഡ് ബൈക്ക്, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് നല്ല ജാമായി നിൽക്കുകയാണ് വണ്ടികളൊക്കെ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഡെലിവറി ചെയ്യണം സുഖമായിട്ട്. നമ്മൾ ഇപ്പോൾ റൂട്ടൊക്കെ മാറ്റി പിടിച്ച് പോകണം. മാക്സിമം മെയിൻ റോഡ് പോകാതെ ബൈപ്പാസ് ഉണ്ടോ നോക്കണം. ഓണം അടുക്കാറാകുമ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. ഇനി നാളേക്ക് ഭയങ്കര തിരക്കായിരിക്കും. വാ, നേരെ പൂജപ്പുറ മെയിൻ റോഡ് പോകാം. എന്തോന്ന് ഓർഡർ അടിക്കാത്തത്? ഓണമൊക്കെ അടുക്കാറായില്ലേ, ആരും ഓർഡർ ചെയ്യണില്ല ഫുഡൊന്നും. പെട്ടെന്നാവട്ടെ, 1 മണിക്കൂറായല്ലോ. വൈകിട്ട് 4 മണിയായപ്പോൾ രാമന്തരയിൽ പോയി. എവിടത്തെ തിരുമല രാമന്തരയിൽ. പിന്നെ അവിടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്, പിന്നെ വൈശൂടി ഡ്രസ്സ് വാങ്ങിച്ച്, എല്ലാം കൂടെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് 6:15 മണിയായി. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് ഫോണൊക്കെ ചാർജ് ചെയ്തപ്പോൾ കറക്റ്റ് 6:45 മണിയായി. 6:45 ഓൺ ചെയ്തു സൊമാറ്റോ ആപ്പ്. അപ്പോൾ ഇതുവരെയായിട്ട് ഓർഡർ അടിച്ചില്ല. അപ്പോൾ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഇനി ഡ്രസ്സ് മാത്രം എടുക്കാനുണ്ട്, എനിക്ക് വാണിക്ക് മാത്രമായിട്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഓണം അടിച്ച് പൊളിക്കണ്ടേ? എന്തോ അടിച്ച് പൊളിക്കാം അല്ലേ? എല്ലാ വർഷവും ഓണം പറഞ്ഞ് ഈ വർഷവും പറഞ്ഞ അത്ര തന്നെ. ഓർഡർ അടിച്ചല്ലോ. എവിടെ മദർവാജ് പ്ലാസയിൽ. ആക്സെപ്റ്റ് ഓർഡർ കോഡ്. യു വിൽ കം ബാക്ക് ബേബേ. കാക്ക തൂറുന്ന സ്ഥലമാണ്. പെട്ടെന്ന് എസ്കേപ്പ് ആയിക്കോ, നിൽക്കില്ല ഇവിടെ. ഓക്കെ, മദർവാജ് പ്ലാസ. റീച്ച് ലൊക്കേഷൻ കോഡ്. റീച്ച് ലൊക്കേഷൻ എന്തോന്നിത്? പെട്ടെന്നാവട്ടെ. റീച്ച് ലൊക്കേഷൻ. ഒന്നും ടച്ച് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ ആപ്പ് വർക്ക് ചെയ്യില്ല. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി വന്നു. 10-15 മിനിറ്റ് ആയി, കുഴപ്പമില്ല. അപ്പോൾ കാത്ത് മേലെ, കാത്ത് കീഴെ, കാത്ത് സൈഡിൽ. 5606 എവിടെ? ഇത് തന്നെ 5606. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ് കോഡ്. അപ്പോൾ പോന്നാ. കാത്ത് മേലെ കാത്തടിക്കുത്, കാത്ത് റൊമ്പ നാത്തടിക്കുത്. എന്തൊരു പാട്ട് ഇതൊക്കെ, എവ ഉണ്ടാക്കിയ പാട്ട് ഇതൊക്കെ, കൊള്ളാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പട്ടമാണ്. അവിടെ 3.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതിൻ്റെ ചപ്പാത്തി ആൻഡ് പനീർ ബട്ടർ മസാല, അത്ര തന്നെ. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഓർഡർ. 7:30 മണി ആയപ്പോൾ സ്ഥിരം ഡയലോഗ്, സ്ഥിരം പാറ്റേൺ പറഞ്ഞ് ബോറടിച്ച് പോയി. കട്ട ബ്ലോക്കാണല്ലോ പാളയം ഭാഗത്ത്, എല്ലായിടത്തും ബ്ലോക്ക്. പാളയം എന്നല്ല, നമ്മളെല്ലാം പട്ടം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്, LIC ലൈൻ എന്ന് പറയും. ഓക്കെ, ലൊക്കേഷൻ തറേ. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. ഏത് ലെഫ്റ്റ്? ലെഫ്റ്റ്, ലക്ഷ്മി നഗർ. അവിടെയാണോ? അവിടെയാണെന്ന് തോന്നുന്നു. അതായിരിക്കും മിക്കവാറും. ഇവിടെയാണോ ഓർഡർ ചെയ്ത ഫുഡ്? ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അടുത്ത ഓർഡർ അടിച്ചാൽ സൂപ്പർ. സലാഡ് ബിസ്റ്റർ അടുത്തിന് അവിടെ നിന്ന്.
ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 39 രൂപ 37 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ച സ്ഥലം സലാഡ് ബ്രിസ്റ്റോട് അടുത്ത് തന്നെ ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഓർഡർ അടിക്കാൻ ഡിലേ ആവുള്ളൂ, പിന്നെ അങ്ങ് സ്പീഡ് അടിച്ചോളൂ. അതേപോലെയാണ് ലൈഫ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും കൂടുതൽ പാട്. ആ സ്റ്റെപ്പ് നമ്മൾ താണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പൊക്കെ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ പോകണതേ അറിയില്ല, ഭയങ്കര സ്പീഡിലാക്കി മുകളിലോട്ട് പോകണത്. ദൈവം എപ്പോഴും ഈസിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ എല്ലാവരും കൊടുക്കില്ല, കുറച്ച് സ്റ്റഫ് എടുക്കുന്ന ആൾക്കാരെ മാത്രമേ എല്ലാം കിട്ടുള്ളൂ. സലാഡ് ബ്രിസ്റ്റോ എവിടെ ഇതേ പറഞ്ഞാ അല്ലല്ലോ. റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 9251 അറിയാ. ഓക്കെ ആ സോണാ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന അല്ലല്ലോ? ഫസ്റ്റ് ടൈം ആണോ? കൈ കൊടുക്കണോ? ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. ഹാപ്പി വേണം. ഓക്കെ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? കുറവാണല്ലേ? ഓ പഠിക്കുന്നുണ്ടാ? ഏത് കോഴ്സ്? സൂപ്പർ സൂപ്പർ. ഓക്കെ അപ്പോൾ പഠിച്ചു കഴിഞ്ഞ എന്താ പ്ലാൻ എടുത്ത? പഠിക്കുന്ന ജോലിക്കാ? ജോലിക്കാരനല്ലേ? സൂപ്പർ ഏട്ടാ. വീട് എവിടെ? അരിമുക്ക് എവിടെ? അരുവിക്കര. ഓ അവിടെ. ഓക്കെ ഓക്കെ. പേരെന്താണ്? അബൈ. ABHAY. ഓക്കെ അപ്പോൾ അബൈനൊരു ഹായ് പറഞ്ഞേക്കാം നമ്മളാൾക്കാരെ ചേർന്ന്. ക്യാമറ ഓണല്ലേ? ലൈവ് ആണോ? അപ്പം പറ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. അത് ചെറുതായിരിക്കണം ഇങ്ങനെ കാണിയത്. അപ്പം നല്ലോണം കഴിച്ചോണം ഈ ഓണം കേട്ടല്ലോ. ഇതാ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പുതിയ കവർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ പറയാം കസ്റ്റമർ എടുത്ത് വേണമെങ്കിൽ. വേണ്ടല്ലേ തീരെ പറഞ്ഞ ചളുവായപ്പോൾ. കൂടാ സമയം ബൈ സീ യു. ആ ഓക്കെ ഓക്കെ ശരി ഓക്കെ എന്നാൽ സൂക്ഷിച്ച് പോണേ. ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ഓണമല്ലേ അതുകൊണ്ടായിരിക്കും. ഓക്കെ പോകുന്ന. അപ്പോൾ ഇവിടെ ചോളെ പരിചയപ്പെട്ടുണ്ട്. ഓക്കെ ബൈ സീ യു. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഉള്ളൂർ പ്രശാന്ത് നഗറാണ്. ഇവിടുന്ന് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റത്തിൻ്റെ പേര് പറയാൻ കുറച്ച് പാടാണ്. അന്ന് ഇതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം എന്തായാലും. ഒരു മിനിറ്റ് വായിച്ച് പറയാം, അത് ശരിയാവുള്ളൂ. ഓർഡർ ഐറ്റം നോക്കിയായിരുന്നു. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം മെഡിറ്ററേനിയൻ കൊയ്ന സലാഡ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം മെഡിറ്ററേനിയൻ കൊയ്നോ സലാഡ് ഷക്ഷുക്കയാണ്. ഓഫ് ഈ സാധനം വായിക്കാൻ പറഞ്ഞ പാട് നമുക്കേ അറിയുള്ളൂ. ഓക്കെ നമ്മളതിനെ ഉള്ളൂർ പ്രശാന്ത് നഗരത്തിലുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. കയറി പോകാമല്ലോ, എന്തിനു കാണിക്കണം? പതുക്കല്ലേ പറഞ്ഞത്, കയറാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ കയറി പോകണം, നിങ്ങൾ പയ്യെ പോകും. എനിക്ക് വയ്യ, 1 മണിക്കൂറായി. ശരി ഓരോരുത്തർക്ക് ഓരോ ഡ്രൈവ് സ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ചിലർക്ക് ടേൺ ചെയ്യാൻ പാടി കാണുമായിരിക്കും, അത് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. വെയിറ്റ് മാപ്പ് നോട്ട്. വെയിറ്റ് സുധീഷ് വെയിറ്റ് ചെയ്യും, വണ്ടി പൊയ്ക്കൊണ്ടിരിക്കണം. വെയിറ്റ് ഇവിടെ തന്നെ കയറി പോകണം. എൻ്റെ പാട്ടിന് ഇവിടെ തന്നെ എനിക്കറിയാം. മാപ്പ് നോക്ക്. മാപ്പ് എന്തിനു വെച്ചേക്കുന്നത്? മാപ്പ് വെച്ചേക്കുന്നത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും വേണ്ടിയിട്ടില്ല. ഇപ്പോൾ നേരെ പോയി വളവ്, അവിടെ നിന്ന് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, അത്ര തന്നെ. ഓക്കെ കമോൺ ക്വിക്ക്. ലെഫ്റ്റ്, പിന്നെ ഒരു വളവ്, പിന്നെ ഒരു ലെഫ്റ്റ്, പിന്നെ ഒരു റൈറ്റ് ടേണിങ്. ഓക്കെ റീച്ച് ലൊക്കേഷൻ. ഇതാണ് വീട്. അയ്യോ പട്ടി കിടക്കണം, ഒന്നും ചെയ്യില്ലായിരിക്കും. മുണ്ടാതെ ഉറങ്ങുകയല്ലേ, നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഒരു കറുത്ത പട്ടി, ഇവിടെ ഒരു ബ്രൗൺ പട്ടി. ഷോ ബെല്ലോടെ. ഓക്കെ ശരിയാണ്. കളഞ്ഞാ? അയ്യോ കീറിപ്പോയാ? ഓക്കെ പേപ്പർ ശരിയല്ലായി. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഒന്നും മിസ്സായില്ല, സാധനങ്ങളൊന്നും നോക്കട്ടെ. ഒന്നുമില്ല മിസ്സായില്ല, ഒന്നും കളഞ്ഞൊന്നുമില്ല. ശരി കുഴപ്പമില്ല. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 43 രൂപ 49 പൈസയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വന്ന വഴി തിരിച്ച് പോവുകയാണ്. പട്ടത്ത് പോവാം. അടുത്ത ഓർഡർ അടിച്ച് ചെറിയ ഓർഡർ. പാരഗൺ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. പിക്കപ്പ് ലോങ്, ഡ്രോപ്പ് ചെറുത്, അതുകൊണ്ട് ചെറിയ എമൗണ്ട് കിട്ടുള്ളൂ. ശരി കുഴപ്പമില്ല, പോവാം. ഓക്കെ റെസ്റ്റോറൻറ്റ് എത്താറായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറൻ മടി പോട്ടെ. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ശല്യമില്ലല്ലോ. റീച്ച് ലൊക്കേഷൻ റെഡിയായി. പോയെടുക്കാം. ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ടോ? കാണുമല്ലേ? എവിടെ താമസിക്കുന്നത്? അല്ലേ നമ്മളെ ഏരിയ തന്നെ, അവിടെ തന്നെ. 7287 6 ചിക്കൻ ബിരിയാണി. ഓക്കെ റെഡിയാവുന്നല്ലോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പൊട്ടി പോവും. 1 മിനിറ്റ് ഞാൻ കൈ എടുത്തോട്ട്. അപ്പം പറ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. പേരെന്താണല്ലേ? സുജിത്ത് അല്ലേ? ഓക്കെ സുജിത്തിന് അപ്പോൾ ഹായ് പറഞ്ഞേക്കണം. ഹായ് പോട്ടെന്നാ. ഓക്കെ ഇപ്പോൾ കാണാം അവിടെ വെച്ച്. സീ യു. നോക്കി പോകണം. സംഭവം വലിയ ഓർഡറാണ്. ഇടുപ്പ് വെച്ചിരിക്കുകയാണ്, പിള്ളേർ വയ്ക്കും പോലെ. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, പൊട്ടികളായി പോകും. ഓക്കെ പെക്ഡ് ഓർഡർ കോഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പട്ടമാണ്. ഇവിടുന്ന് 1.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നേരെ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. അപ്പോൾ ഫുഡ് ഡെലിവറിയുടെ കൂടെ മദ്യം ഡെലിവറി വരാൻ പോവുകയാണ് കേരളത്തിൽ. കോമഡിയനല്ലേ?
അത് അപ്രൂവൽ ആയ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണെങ്കിൽ സംഭവങ്ങൾ നടക്കണം, ആലോചിച്ച് നോക്കും. അടിപൊളിയാവും മിക്കവാറും. നല്ല കസ്റ്റമറാണെങ്കിൽ കുഴപ്പമില്ല, ചില കസ്റ്റമർക്ക് ആൾറെഡി അടിച്ച് ഫിറ്റായി കാണും, രണ്ടാമതൊരു ക്വാർട്ടർ ഫുൾ ഓർഡർ ചെയ്ത് കാണും. അപ്പോൾ കറക്റ്റ് ടൈമിങ് സാധനം എത്തിയിട്ടുണ്ടെങ്കിൽ ആ പടം കലിപ്പുള്ളാവും, കാരണം സ്വയബോധം കാണില്ല, എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കളയും. പിന്നെ നമ്മളെ വ്ളോഗ് ഭയങ്കര കോമഡി ആയിരിക്കും. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. പെട്രോൾ അടിക്കണം വാ. പോന്നാ ഞാൻ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ട് 110 രൂപയ്ക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫുഡിന് പകരം പിക്കപ്പ് ചെയ്യണത് മദ്യമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? ആലോചിച്ചു. ഓക്കെ, നമ്മൾ ഓർഡർ കൈപ്പറ്റി വെക്കാണ്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഒന്നും പറയുന്നത് 2 കിങ്ഫിഷർ ബിയറും ഒരു ക്വാർട്ടർ ബ്രാൻഡിയാണ്. സൂപ്പർ കോമഡി ആയിരിക്കും, എന്തൊക്കെ നടക്കാൻ പോകണോ എന്തോ. പിന്നെ ഒരു കാര്യം, നിറയെ ഓർഡർ കിട്ടും, ടിപ്പ് കിട്ടും, നല്ല അണീസ് ആയിരിക്കും, അതൊക്കെ ആലോചിച്ചോണം. ഓക്കെ, ലൊക്കേഷൻ എത്തി. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. കോർഡൈൽ ടവറാണ് ഇത് തന്നെ. താനേ താനേ താനേനോ. എവിടെ സെക്യൂരിറ്റിനെ കാണാനില്ല, അവിടെ കാണാം. 2 വീലേഴ്സ് പാർക്കിംഗ്. ഓക്കെ, പോ. നല്ല വെയിറ്റ് ഉള്ളൊരു ഓർഡറാണ്. ഈ പേപ്പർ നിൽക്കാനൊന്നുമില്ല, പൊട്ടി ഇളകിപ്പോ പേപ്പർ ബാഗിൽ. ആട്ടോ ഇവിടെ 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 ആട്ടോ ആട്ടോ ചോദിക്കണം, ആട്ടോ എന്തെയാണ്? 2B പോവാൻ ഡെലിവറി ആണ്, ആമസോണിൻ്റെ. ഓക്കെ, കയറിക്കോ. 5 പോട്ടെ, 6 പോട്ടെ, 5 പോട്ടല്ലേ? ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇനി ഓഫ് ചെയ്യാൻ പറ്റില്ല, പോയാൽ പോയത് തന്നെ. അപ്പോൾ ഇത് ക്രിസ്റ്റിയാണ്, നമ്മളെ ആമസോൺ ഡെലിവറിയുടെ ആളാണ്. അപ്പോൾ ക്രിസ്റ്റി ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, പറ. അത്രേ ഉള്ളു, സിമ്പിൾ. ഇതാണ് ഇത്രേ ഉള്ളൂ, ഇത് തന്നെ, കാണിക്കാനൊന്നുമില്ല. ഹബളായി പറയാം. അപ്പോൾ ക്രിസ്റ്റി വാ, സെൽഫി ഇടും. ഒരു സെൽഫി. ഓക്കെ, സൂപ്പർ. എത്തിയാ? ഓക്കെ, ബൈ, സീ യു. ശരി, കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇടത്ത് വെച്ച് ഓരോ ആൾക്കാർ കാണുകയാണ്, കണ്ട് മീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം സ്നേഹവും ബന്ധങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇതാണ് മെസ്സേജ്. പൈസ ഇഷ്ടംപോലെ സമ്പാദിക്കാം, അത് വിഷയമില്ല, പക്ഷെ ഇതൊക്കെയാണ് വേണ്ടപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ തന്നെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് സൊമാറ്റോ ടിജോ. ഓക്കെ, അടിപൊളിച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. സംഭവം നമ്മൾ ലിഫ്റ്റിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ ക്രിസ്റ്റിയായിട്ട് ആപ്പോടെ പണിയൊക്കെയാണ്. മുകളിൽ പോണ്, താഴെ വരണം, മുകളിൽ പോണ്, താഴെ പോണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തെ എത്തില്ല അല്ലേ? 1 കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന 2-ലാണ്. ഇപ്പോൾ താഴെ പോകണം കേട്ടാ. ഈ ലിഫ്റ്റിൽ പ്രാതം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. എവിടെ പ്രാതം ആറ്റിയാ? ഇതിനെ സെക്യൂരിറ്റി ഉണ്ടോ? കിടക്കല്ലേ. അപ്പോൾ ക്രിസ്റ്റി കള്ളം പറയണം, ലിഫ്റ്റിൽ കയറി കളിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇത്ര ബൈ, ഓക്കെ, പോന്നാ ബാ, അടുത്ത ഓർഡർ അടിച്ച്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 27.80 അപ്പോൾ നമ്മൾ അടുത്ത് പോകേണ്ട സ്ഥലം ഇറാനി റെസ്റ്റോറൻ്റാണ്, നന്ദൻകോട്. കേട്ടാ? ഓക്കെ, എത്ര തന്നെ? അയ്യോ, എന്നാൽ പയ്യെ വേണം, നമ്മൾ കയറി വരല്ലേ ഇങ്ങോട്ട്. പറ നിറയെ പൊന്നളക്കും പൗർണമിരാവായി ലാ 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 ലാ. എല്ലാ വർഷവും ഓണം വരുമ്പോൾ ഈ പാട്ട് ഫേമസ് ആണല്ലേ. ഈ പാട്ട് ഓർമ്മ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ഒരു വൈബാണ്, ഒരു നൊസ്റ്റാളജിയാണ്, ഒരു എമോഷണലാണ്, ഒരു ഫീലാണ്. എന്ത് പറയാം ഈ പാട്ട് കേൾക്കുമ്പോൾ. ഇതുപോലെ കുറേ പാട്ടുകളുണ്ട് അല്ലാതെ തന്നെ. ഇതാണ് ഏറ്റവും റീസെൻ്റായ ഹിറ്റ് പാട്ട്. റീച്ച്ഡ് ഇറാനി റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തോ വന്നു ഇപ്പോൾ വിളിക്കണം. നാട്ടൊക്കെ കട വയ്ക്കണം. റീച്ച്ഡ് ലൊക്കേഷൻ. റെഡിയായി, ബാ പോയി എടുക്കാം. 9603. ഓക്കെ ഓക്കെ, ഓർഡർ പിക്കിട്, കോഡ് പിക്കിട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേടാണ്. ഇവിടുന്ന് 8.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട ആൻഡ് അൽഫാമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. ഈ 1 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. ഈ 1 മണിക്കൂറിൽ 2-3 ഓർഡർ അടിക്കും. എത്ര തന്നെ? ഓണത്തുമ്പി പാടി ടങ് ടങ് ഓരോ രാഗം തേടി. ഈ പാട്ടൊക്കെ ഭയങ്കര എമോഷണൽ ഫീലാണല്ലേ. അപ്പോൾ കരഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ കുറേ പാട്ടുണ്ട് ഓണത്തിന് പറ്റിയ പാട്ടുകളൊക്കെ, അതൊക്കെ ഓർത്തൊന്ന് പാടാം. ഓക്കെ. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. Maybe someday you'll have it your way. ഓക്കെ, ഇപ്പോൾ മാപ്പ് നോക്കി പോവുകയാണ്. കറക്റ്റ് ഒരു 150 മീറ്റർ ദൂരമുണ്ട് ലൊക്കേഷൻ എത്താനായിട്ട്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് അവിടെ നിന്ന് വളവ്, പിന്നെ നേരെ അത്ര തന്നെ. ഓക്കെ, ഇവിടെ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ? ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. നല്ല കസ്റ്റമർ, താങ്ക്സ് പറഞ്ഞോളൂ. ചിരിച്ചോളൂ, ഇങ്ങനെ പറയണം, താങ്ക്സ് പറഞ്ഞു. അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. ടിപ്പുണ്ട് 20 രൂപ. കൊള്ളാലോ, സൂപ്പർ.
അപ്പോൾ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 87 രൂപ. ഒരു മിനിറ്റ്, സെൽഫി എടു. ഓഹോ, സെൽഫിയാ. വെയിറ്റ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അവിടെ ബാക്ക് സ്ട്രീറ്റ് ബിസ്ട്രോ. ഇതെവിടെ? ഭുജപുരയാ. പോകേണ്ട സ്ഥലം കുണ്ടമൻ കടവ് പാലിനടുത്താണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 107 രൂപ 76 പൈസയാണ്. നല്ല ബീഫ് റോസ്റ്റ് മണം. ആഹാ, ഇവിടെ പൊരിക്കണം നല്ല പോലെ. ഇവിടെ നല്ല കറി വയ്ക്കുകയാണ് വാഷായിട്ട്. ഇവിടെ അടുത്തിന് മുബാറക് ഹോട്ടലിലാക്കി. അപ്പോൾ ബീഫിൻ്റെ മണം അടിച്ചപ്പോൾ ചെറിയ വിശപ്പ് തുടങ്ങി. കൊതിയാവണം കഴിക്കാനായിട്ട് പൊറോട്ടയും ബീഫ് വെച്ച്. ആഹാ, ആദ്യം ഓണസദ്യ, പിന്നെ മതി ബീഫും പൊറോട്ടയൊക്കെ. ഓക്കെ, മാപ്പ് നോക്കിയാലോ ഇവിടെ എവിടെയാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ 50 മീറ്റർ ദൂരമുള്ള അടുത്തിന് എത്താറായി. എവിടെ ഇതായിരിക്കും മിക്കവാറും. റീച്ച് ലൊക്കേഷൻ റെഡിയായാ? റെഡിയാ, ബാ പോയി എടുക്കാം. 7887 പിന്നെ യൂട്യൂബറാണ്. സൊമാറ്റോയുടെ ഉണ്ട്, ഫാമിലി വ്ളോഗെല്ലാം ഉണ്ട്. പിന്നെ അല്ലാതെ ട്രാവൽ വ്ളോഗറാണ്. KLTN വ്ളോഗ് സുധീഷ്. KLTN ബൈ സുധീഷ്. നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ഈ വ്ളോഗ് മിക്കവാറും നാളെ വൈകിട്ട് വരും. അതെ, ഓക്കെ ബൈ. ശരി എന്നാൽ, ഓക്കെ, താങ്ക് യു. ഓർഡർ പിക്കഡ്. ഓ, വണ്ടികളൊക്കെ ചേർന്ന് വേണം. നോക്കിയപ്പോൾ സുധീഷേ, സാറ് ഇവിടെ നിന്ന് കാലടിച്ച് പോകും തിരുമല പൂജപ്പുര വരെ. ഇപ്രാവശ്യം ഉടനെ ഓർഡർ കിട്ടി അടുത്ത് തന്നെ. ഇവിടെ പുതിയ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബാക്ക് സ്ട്രീറ്റ് ബിസ്ട്രോ ആണ്. പിന്നെ വേറെ പ്രശ്നം പറയുമ്പോൾ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തിരിച്ച് നമ്മൾ കാലടിച്ച് വരണം. ഓക്കെ, പയ്യെ വണ്ടി തിരി. ബാക്കിൽ നിന്ന് വണ്ടികളെ സ്പീഡ് വരെയാണ് സുധീഷേ. പയ്യെ പോട്ടാ. ഇതെന്ത് പട്ടികൾ ഇങ്ങോട്ട് വരണം. എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ പാവമാണ്. ആവശ്യമില്ല കടിച്ചുകളായത്. വണ്ടികളൊക്കെ പോട്ടെ, പെട്ടെന്ന് പോട്ടെ. ഓണമൊക്കെ വരെയാണ്, സമ്പാദിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ. ഓട് എല്ലാം വീട്ടിൽ പോകും. ഓക്കെ, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാട് വിട്ടിയമാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം എന്തോ ഒരു ഷവർമയാണ്. അത് ചീസലൂസ് ഷവർമ. ശരി, എന്തെങ്കിലും ആവട്ടെ. ചീസലീസ് ഷവർമ എന്ന് പറയാം. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായിട്ടുണ്ട്. ഓക്കെ, ഇനി 1/2 മണിക്കൂർ സമയമുണ്ട്. കറക്റ്റ് 6 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഓർഡർ കൂടുതൽ കിട്ടിയേനെ, ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടിയേനെ. നീ പറഞ്ഞ കാര്യമില്ല. അത് സംഭവം ഫാമിലി നോക്കേണ്ടിരിക്കുന്നത്, യൂട്യൂബ് നോക്കേണ്ടിരിക്കുന്നത്, അതിനിടയ്ക്ക് സൊമാറ്റോ ജോലി നോക്കണം. ഇതെല്ലാം കൂടെ കറക്റ്റ് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ലേറ്റായി പോകും. അതാണ് ഇങ്ങനെ ജോലി ലേറ്റാവുന്നത് ഓരോ പ്രാവശ്യവും. പിന്നെ എന്ത് ചെയ്യാം, ഇതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യാനുണ്ട്, നമുക്ക് മടുപ്പ് പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ ഇത് പേയാടിന്ന് പുളിയറക്കോണം പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് സ്ട്രൈറ്റായിട്ട് പോയാൽ മതി. റോഡ് സൂപ്പറാണ്. കുറച്ച് ചുറ്റിയാണ് പോകുന്നത്, കാരണം മറ്റേ റോഡ് ഇത്ര പോരാ. വേറെ വഴി കാണിച്ചായിരുന്നു മാപ്പ് വഴി. അത് ഷോർട്ട് കട്ടാണ്, പക്ഷേ റോഡ് ഇത്ര മോശമായിട്ട് ഞാൻ ഇതുവഴി പിടിച്ച്. ഇതൊരു 1/2 കിലോമീറ്റർ കൂടുതൽ ദൂരമാണ്, എന്നാലും കുഴപ്പമില്ല, റോഡ് കൊള്ളാലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നോക്കേണ്ടത്, മനസ്സിലായോ? ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല റോഡിൽ. എല്ലാവരും ഉറങ്ങിയ വീട്ടിൽ കയറി. മണി 9:30 മണിയായുള്ളൂ. നമ്മളൊക്കെയാണ് രാത്രി സിനിമയും കണ്ട് 2 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 8 മണി കഴിക്കുന്നത്. അതൊരു ലൈഫ് സ്റ്റൈല്, ഇതൊരു ലൈഫ് സ്റ്റൈല്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പിന്നെ നമ്മളെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. നമുക്ക് രാത്രി ആപ്പടെ ഫ്രീ ആവുന്ന സമയം കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്താണ് സിനിമയെ കാണുന്നത് രാത്രി. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് തിരുത്തൂമൂല. അതെവിടെയാണ് സ്ഥലം? തിരുത്തൂമൂല. ശരി, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ലൊക്കേഷൻ തറ. ഇവിടെ നിന്നൊരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇതൊക്കെ പകൽ സൂപ്പറായി കാണാം. രാത്രി വരുമ്പോൾ ഒരു കാട്, ഒരു സൈലൻറ്റ്, ആളില്ല, അങ്ങനെ ഒരു ഫീലാണ്. പ്രേതം ഉണ്ടായില്ലേ? ആരെങ്കിലും ഒന്ന് പറ സത്യമാണല്ലേ എന്നുള്ളത്. ഇതൊക്കെ ഒരു മെൻ്റൽ സിറ്റുവേഷനാണ്, മനസ്സിലായത്? നമ്മളെ മനസ്സിനകത്ത് നമ്മൾ പ്രേതം കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ഇവിടെ അല്ലേ ധീരാജ് അല്ലേ? ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ നേരെ പോകാം, വന്ന വഴി തിരിച്ച് പോകാം. ആ സെൽഫി എടുത്തതല്ലേ ഇപ്പം? എന്തോന്നാണ്? അറിയാമോ? KLTN വ്ളോഗ്. ഓക്കെ, വീഡിയോ കാണണം. നാളെ വൈകിട്ട് വരും. ഓക്കെ, ബൈ. ശരി എന്നാൽ, ഗുഡ് നൈറ്റ്. കസ്റ്റമർ നമ്മൾ ആളായിരുന്നല്ലേ, LAPG ഗ്യാങ് ആയിരുന്നു. കൊള്ളാലോ, പൊളി. LAPGക്ക് വിസിൽ പോടേ. ബാ, സെൽഫി എടുത്തിട്ട് പോവാം. ചുമ്മാ സെൽഫി ചോദിക്കണം ആവശ്യമില്ല, അവരെ കാര്യം കൊണ്ട് തോറ്റ്. ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാകും, കൊള്ളാലോ. ബൈക്ക് ലുക്കല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. വണ്ടി കയറി വാ പോവാം. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 43 രൂപ 63 പൈസയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാം, പൂജപ്പുര പോകാം. മണി ഇപ്പോൾ 9:50 ഇവിടെ നിന്ന് പോകാൻ ഒരു 10 മിനിറ്റ് പൂജപ്പുരത്താനായിട്ട്. അപ്പോൾ ഈ 10 മിനിറ്റിൽ ഓർഡർ അടിക്കുമോ ഇല്ല അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളിങ്ങനെ തിരുമല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൊമാറ്റോ ആപ്പ് ഓഫിലാക്കാം. മതി, ജോലി മതി ഇന്നത്തേക്കുള്ളത്. മണി 10 മണിയാണ് കറക്റ്റായിട്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത് 241 രൂപ 33 പൈസ. പിന്നെ കസ്റ്റമർ ടിപ്പ് 20 രൂപ. പിന്നെ ഇൻസെൻറ്റീവ് 110 രൂപ. ഗിഗ് ക്യാൻസലേഷൻ ഫീസ് അതെൻ്റെ കയ്യിൽ നിന്ന് പോയി പൈസ 25 രൂപ. അത് വേറെ ഒന്നുമില്ല, ഞാൻ ഈ തിരുവോണം എന്നറിയാതെ ബുക്ക് ചെയ്ത് പോയി. പിന്നെ അത് ക്യാൻസൽ ചെയ്ത്, ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മൊത്തം ഏണിങ്സ് എന്ന് പറയുന്നത് 346 രൂപ 33 പൈസയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മൊത്തം ഓടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 45ആണ്. അപ്പോൾ നേരെ വീട്ടിൽ പോകുമ്പോഴായിട്ടൊരു കാര്യമുണ്ട്. വൈഫിൻ്റെ വീട്ടിൽ പോകണം, വാണിയുടെ വീട്ടിൽ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പോലെ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോകണം. ഓക്കെ, നമ്മളങ്ങനെ പുത്തൻകോട്ട എത്തിയിട്ടുണ്ട്. പുത്തൻകോട്ടൈ. മീൻ വന്നിട്ടുണ്ട്. എന്ത് മീൻ ഇത്? ചൂരയാ? ഓക്കെ, ചൂര മീനാണ്, ഫ്രഷ് മീൻ. പിക്കഡ് ഓർഡർ കോഡ്. പിന്നെന്തോ ഡ്രസ്സ് അമ്മയ്ക്കുള്ളത് അല്ലേ? നൈറ്റിയാ? ഓക്കെ ഓക്കെ. വാണിയുടെ അമ്മയുടെ കറക്റ്റ് എടുത്ത് നൈറ്റിയാണ്. കൊള്ളാം, നല്ല ഡിസൈൻ കൊള്ളാം അല്ലേ? ഓണൊക്കെ ഇതേ ട്രിപ്പൊന്നും ഇല്ല അവിടെ പോകണല്ലേ? ആനപ്പാറ പോകണം അത്ര തന്നെ. ശരി ശരി, ഓക്കെ പോട്ടെ. അപ്പോൾ സമയമായി, കാണാം. ബൈ ബൈ, സി യു. അത്ര തന്നെ. ഇന്നത്തെ ജോലിയും കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്, കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ടുണ്ട്, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അമൗണ്ട് കറക്റ്റൊക്കെ നിൽക്കണം. നമ്മളതിനെ വീട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്
ആരു പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാക്കും എന്നോടൊപ്പം കൂടാൻ അർക്കാൻ ഇഷ്ടം. ഓക്കെ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ഇഞ്ചി മാങ്ങയാ. വേറെന്തുണ്ടോ അവിടെ? നൈറ്റ് അമ്മയ്ക്കുള്ളത് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടേ. അയ്യോ പേടിയാവണ്, ഇനി എവിടെ വയ്ക്കല്ലേ? ഇതാരും ഉണ്ടാക്കിയ തോക്ക് ഇച്ചണോ? അങ്ങോട്ട് തോക്കോട്ട്. അതാ തുപ്പാക്കി ടടറാ സൂപ്പർ ഡിസൈൻ ആയിക്കണ്. എത്ര ഉണ്ടോ അത്? എത്ര ഉണ്ടയുണ്ട്? പിന്നെ എവിടെ വയ്ക്കും ആൾക്കാരെ? ആരെവിടെ വയ്ക്കുന്നീ? ശത്രുക്കളെയാ? കള്ളന്മാരെയാ? ഓക്കെ ശരി, ഓക്കെ ഭാഗത്ത് പോവാം. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് കാപ്പിയില്ല, ചോറാണ്. ചോറ്, തീയൽ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, പപ്പടം, ഇത്രയേ ഉള്ളൂ. വെച്ച് ലാവിഷായിട്ട് കഴിക്കാം. ഓക്കെ ഓക്കെ കമോൺ ഗൈസ്. ഓക്കെ വരവയ്ക്കോ. തീയൽ കട്ടിയായി പോട്ടെ. ഉച്ചയ്ക്ക് നല്ല ലിക്വിഡായിരുന്നു, കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് എടുക്കുക, ഒരു സെൻറ്ററിൽ വയ്ക്കുക, നല്ല പൊതിയുക, അത് ഉരുട്ടിയെടുത്ത് സൂപ്പർ. നല്ല ഭക്ഷണം കേട്ടോ. ഓ പാത്രന എന്റെയാ കിച്ചു പറഞ്ഞ എന്റെയാ? വൈശൂട്ടി ഉറങ്ങാൻ പോയി, ഉറങ്ങിയിട്ടുണ്ട്. കിച്ചു ഉണ്ട്. കിച്ചു ഹായ് പറ. ഹായ്. എന്റെയാ ഇതല്ലോ, വേറെ പറയാനില്ല. എല്ലാം പറയേണ്ടത് പറഞ്ഞ് കഴിഞ്ഞ് കാണിക്കേണ്ടത് കാണിച്ചു കഴിഞ്ഞ് ഓക്കെ. ഇതൊന്നും പറയണ്ട, ഒന്നും പറയാം. അപ്പോൾ പിന്നെ ഓണം പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. വൈശൂട്ടി ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു, മലക്കറി സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഈ ബാക്കിയുള്ളത് എനിക്കും വാണിക്കും ഡ്രസ്സ് എടുക്കാറുണ്ട്. അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഓണത്തിന്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എടുത്താ ഡ്രസ്സൊക്കെ? എടുക്കണല്ലേ? നീ വേണം? എടുത്തിട്ടുണ്ട്, ഇനി എടുക്കാനുണ്ട് ബാക്കി അല്ലേ? ശരി, എടുത്തേക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. വാ 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 എല്ലാം കഴിഞ്ഞ് വാ വാ അല്ലേ?